ഹായ് എല്ലാവർക്കും നമസ്കാരം, അജിത്താണ്. അപ്പോൾ നമ്മളിന്നുള്ളത് യാത്രാ വീഡിയോ ഒന്നും അല്ലല്ലോ. ഇന്ന് കണ്ട നമ്മളെ രൂപം കണ്ട നമ്മള് കൃഷിയാണ് ഇന്നത്തെ പരിപാടി. വേണ്ടില്ലേ? അപ്പോൾ നമ്മള് എന്താ വെച്ചാൽ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കുറേ പണികൾ ചെയ്ത് തീർത്തു. ഇനി കുറച്ചും കൂടെ ഒന്ന് പണി ചെയ്യാണ്ട്. അപ്പോൾ നമ്മള് എയർ പ്രൂണിംഗ് ബോട്ടിൽ നമ്മൾ കുറച്ച് മാവും റംബൂട്ടാനും ലോങ്ങനും ഒക്കെ ഉൾപ്പെടുന്ന പേരക്കൊക്കെ ഉൾപ്പെടുന്ന കുറച്ച് പ്ലാന്റ്സ് വെക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ജാനിമോളാണ് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ കുറേ പണി എടുത്തു വെച്ചു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ രൂപ അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു രസം അല്ലേ ഈ വീഡിയോ ഒക്കെ ചെയ്ത് നല്ല ജാനിമോളെ. ഓക്കെ, നമുക്ക് നല്ല ഇനി ബാക്കി കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മണ്ണ് ഒരുക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ എന്താണ് നമ്മുടെ നീറ്റുകൾക്കൊക്കെ അത് ഇത്തളൊക്കെ നമ്മൾ മണ്ണിൽ ഇട്ട് മണ്ണ് സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ ആ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ആയോ തരുകൂടെ ഒന്ന് പോസ് ചെയ്തോ ഇതില്ലേ. അപ്പോൾ നമ്മൾ ഈ മണ്ണ് കണ്ടോ, ഞാനിവിടെ ഈ മണ്ണൊന്ന് കാണിച്ചു കൊടുക്കുക, അടിക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ള കളർ എന്താണെന്ന് സംശയം ഉണ്ടാവും. ഇത് നമ്മളെ ഇത്തിലിട്ട് വെച്ചാണ് നമ്മുടെ ഇതിൻ്റെ pH വാല്യൂ റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1-2 ആഴ്ച മുന്നേ ഇങ്ങനെ മണ്ണ് വെട്ടി അതിൽ ഈ ഇത്തിളൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചാക്കിലാക്കിയിട്ട് ടെറസിൻ്റെ മുകളിലാണല്ലോ ചെയ്യുന്നത് കൃഷി. അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ചാക്കിലാക്കിയിട്ട് ഞാൻ കുറേ കൊണ്ടുപോയിട്ടാണ്, കുറേ സാധനം ഞാൻ കൊണ്ടുപോയി. പിന്നെ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ ആലോചിച്ചത്. അപ്പോൾ ജാനിമോളെയും കൂട്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മണ്ണൊക്കെ കുറച്ച് ചാക്കിലാക്കട്ടെ. ഇനി കുറച്ചും കൂടെ മണ്ണിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ അവിടേക്ക് കൊണ്ടുപോകാം, ഇവിടെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ അടുത്തേക്ക് ചാക്കിൽ ഇടുന്നൊക്കെ കാണിച്ചോ. എടാ ഞാൻ നമ്മൾ ചാക്കിൽ പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാക്കിൽ മണ്ണാക്കിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2-3-4 ട്രിപ്പ് നമ്മൾ കൊണ്ടുപോയി ഉമ്മച്ച്. അപ്പോൾ ഇങ്ങനെ 2-3-4 ട്രിപ്പ് നമ്മൾ കൊണ്ടുപോയി. പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ സ്വയം ചെയ്യാൻ പറ്റുവെച്ചെങ്കിൽ സ്വയം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലൊക്കെ വിളിച്ച് ചെയ്യിപ്പിക്കുക. പിന്നെ നമ്മളൊരു എന്താണ് കൂലിപ്പണിക്കാരൻ്റെ കർഷകൻ്റെ മകനായത് കാരണം നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ വലിയ സീനൊന്നുമില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമ്മളിനി ഇത് മോളിക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് വെക്കുന്നതേ ഇതിലാട്ടോ. ഇതൊരു 50 ലിറ്ററിൻ്റെ എയർ പ്രൂണിങ് പോട്ടാണ്. അപ്പോൾ നമ്മൾ കേട്ടോ നമുക്ക് ഒരു 10 ഉണ്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ ഒരു പകുതിയോളത്തിൽ കൂടുതൽ നമ്മൾ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ പോട്ടിംഗ് മിക്സ് നിറയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പ്ലാന്റ്സ് വെക്കണം. അപ്പോൾ ഈ എയർ പ്രൂണിങ് പോട്ട് എന്ന് പറയുന്നതേ എയർപോർട്ട് എന്നൊക്കെ പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകത ഉണ്ട്. ഇതിന് ഇങ്ങനെ ഫുള്ള് ഹോളുകളായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം കൂടെയാണ്, അത് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ആ കാര്യങ്ങളും കൂടെയൊക്കെ നമ്മളിതിൽ കാണിക്കാം. സാധാരണ ഒരു ഡ്രമ്മിലൊക്കെ വെക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മൊത്തം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രിക്കോഷൻസ് എടുക്കണം. പിന്നെ ഈ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്താ വെച്ചാൽ ചാണകപ്പൊടി, പിന്നെ ചകിരിച്ചോറ്, മണ്ണ് ഈക്വൽ റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തു. പിന്നെ 1:1:1 പിന്നെ നമ്മൾ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും, അതാണ് നമ്മൾ പോട്ടി മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സ് ഏകദേശം ഒരു 3/4 പോർഷനോളം നമ്മൾ മണ്ണിട്ടിട്ട് പ്ലാന്റ്സ് വെച്ച് ബാക്കി മണ്ണിടാട്ടോ നല്ലത്. കാരണം പ്ലാന്റ്സിനൊക്കെ വേറെ അടിയിലേക്കല്ലേ പോകേണ്ടത്. അപ്പോൾ അടിയിൽ പ്ലാന്റ് കൊണ്ട് വെക്കരുത്. ഈ പോട്ടിലും ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പ്ലാന്റ് വെച്ചിട്ട് പിന്നെ ഏറെക്കുറെ ഒരു കുറച്ച് ഭാഗം മാത്രം ഫ്രീ ആയി വിട്ടിട്ട് ബാക്കിയൊക്കെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുക. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ ഈ ചകിരിച്ചോറുള്ളത് കാരണം ഈ മണ്ണ് മൊത്തത്തിൽ കുറച്ച് താഴും. അപ്പോൾ മാക്സിമം പൊങ്ങി വെച്ച് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, കുറച്ച് സ്പേസ് ഇട്ടാൽ മതി. പിന്നീട് നമുക്ക് വളം ഇടുന്നതിനോ വളം ചെയ്യുന്നതിനോ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം മാത്രം മുകളിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടി പൊടി മിക്സ് കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് വെക്കുന്നത് കാണിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളെ ആദ്യം വയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഇത് കാണണ്ടോ ജനങ്ങളെ ഒരു റംബൂട്ടാനാണ്. ഇതൊരു N18 എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. അപ്പോൾ നമുക്ക് ഈ തൈകളെ ഇപ്പോൾ തൈകളൊക്കെ ഈ എല്ലാവരും പ്ലാന്റ്സ് വെക്കുന്ന കാരണം പല റേഞ്ചിലുള്ള തൈകളുണ്ട്. റേഞ്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനങ്ങളല്ല, ഇനങ്ങൾ ഒരുപാട് ഇനങ്ങളുണ്ട്. പല റേഞ്ചിൽ പറഞ്ഞാൽ പ്രൈസിൽ ഒരുപാട് വലിയ റേഞ്ചിലുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ വലിയ റേഞ്ചിലുള്ളതൊന്നും വാങ്ങിയിട്ടില്ല. മാവുകളാണെങ്കിലൊക്കെ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു 15,000 മുതൽ അങ്ങോട്ട് 200 രൂപ വരെ 100 രൂപ വരെയുള്ള തൈകളൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു 250 രൂപ
ഉള്ള തൈകളൊക്കെ വെച്ചിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാലും ചിലപ്പോൾ ഒരു 2-3 വർഷമൊക്കെ എടുത്തിട്ട് കായ്ക്കുണ്ടാവുള്ളൂ. ഇപ്പോൾ ഓൾറെഡി കായ്ച്ച് നിൽക്കുന്ന തൈകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തൈകളൊക്കെ മേടിക്കാം. അപ്പോൾ നമ്മൾ ഈ N8 എന്ന് പറയുന്ന ഇത് എനിക്കൊന്നൊരു 250 രൂപയുടെ ഒരു തൈയാണ് ഈ സാധനം റംബൂട്ടാൻ. അപ്പോൾ ഇങ്ങോട്ട് കൊടുത്തേ ജാനുമോളെ. അപ്പോൾ നമ്മൾ കണ്ടോ മണ്ണ് ഇത്രയ്ക്ക് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് നിറച്ചെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഓൾറെഡി കുറച്ചൊക്കെ താഴുണ്ട്. ഇതിൽ നമ്മുടെ ചകിരിച്ചോറൊക്കെ നല്ലോണം ഉള്ളത് കാരണം. പിന്നെ നിങ്ങളുടെ ഈ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകളാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രീതിക്കുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കേട്ട അറിവുകളും കണ്ട അറിവുകളൊക്കെ ആയിട്ടുള്ളത്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. കാരണം നമുക്ക് ഇവിടെ സ്ഥലപരിമിതി ഉണ്ട്. ഒരിക്കലും ഇത്ര സ്ഥലത്ത് നമുക്ക് 10 പ്ലാന്റ്സ് ഒക്കെ വെക്കുക പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമല്ല. പിന്നെ നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ 50 ലിറ്റർ ശരിക്കും പോരാ ഈ 50 ലിറ്റർ പോരാ ഒരു 100 ലിറ്റർ എങ്കിലും വേണം ഒരു പ്ലാന്റിന്. പക്ഷേ ഇത് എയർ പ്രൂണിംഗ് പ്ലോട്ടൊക്കെ ആയത് കാരണം നമ്മളിപ്പോൾ തൽക്കാലത്തിന് 50 ലിറ്റർ ഞങ്ങൾ തുടങ്ങാല്ലേ. വാനിറ്റി ഒരു നോക്കി ജനങ്ങളുടെ ധാരം വന്നിരിക്കണ നോക്കി വാനിറ്റി വന്നിട്ട് നമ്മളെ പ്ലാന്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ പ്ലാന്റ് ഈ കവർ പതുക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വാനിറ്റി അവിടെ നിന്ന് കത്തി ഒന്ന് എടുക്കുക. നമുക്ക് ഈ നമ്മുടെ പോട്ടിലങ്ങ് കയറ്റാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്കത് ഉറപ്പിച്ച് വെക്കാം. പിന്നെ ഇതിപ്പോൾ ഞാനല്ല ഈ മഴക്കാലം കൂടി ആയത് കാരണം ഈ പോട്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധാ ഡ്രം ഹാൻഡിൽ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ എയർ പ്രൂണിംഗ് പോട്ട് ഹാൻഡിൽ ചെയ്യാൻ. കാരണം മാറ്റി വെക്കേണ്ടിയൊക്കെ വരികയാണെങ്കിൽ ഇത് അത്രയും ഒരു ഡ്രമ്മിന്റെ പോലെ അത്രയും ബലമുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റിയൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് അറിയാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ നമുക്കൊന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അപ്പോൾ ഈ കവർ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വണ്ടിയെ ഈ കവർ ഇങ്ങനെ പൊട്ടിക്കല നമുക്ക് ആണോ? അത് നമുക്ക് അവിടെ നിന്ന് നമ്മളെ ഇല്ലാണ്ട് നമ്മുടെ അവക്കാഡോന്റെ നമുക്കൊരു മരം ഉണ്ടല്ലോ ഓൾറെഡി പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവക്കാഡോന്റെ. അതൊരു സാധാ കുരു മുളപ്പിച്ചത് അവക്കാഡോണ്. ഇപ്രാവശ്യം ഒരു ഇഷ്ടം പോലെ കായണ്ടല്ലേ ജാനിവളെ. അപ്പൊ അന്ന് കുഞ്ഞി പിഞ്ചുകൾ കുറേ എണ്ണം വീണും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്ലാന്റ്സ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വാങ്ങിയിട്ട് അതിന്റെ താഴത്ത് അവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേരൊക്കെ ചെറുതായിട്ടൊന്നും ഇളകിയെന്ന് വിചാരിച്ചിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മൊത്തത്തിലങ്ങ് ഇടഞ്ഞ ആകെ ഇതാവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിനി പ്ലാന്റ് നല്ല ചെടിക്ക് ഇത് റംബൂട്ടാൻ കേട്ടോ. അവസാനം അവിടെ അടിപൊളി സീറ്റിംഗായി. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് പിന്നെ ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ബഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റുകളാട്ടോ. അപ്പോൾ പഴയ പോലുള്ള വിത്ത് മുളപ്പിച്ച സാധനങ്ങളൊന്നുമല്ല, ബഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സെറ്റപ്പ് ഇത് നല്ല വെയിൽ കിട്ടുന്ന ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതിൽ കുറച്ചും കൂടെ സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ നമ്മളെ റംബൂട്ടാൻ വെച്ചു. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ഞാനല്ല മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമുക്കൊരു കവർ ഇതിൻ്റെ മുകളിൽ കൂടെ ഈ മഴക്കാലത്ത് ഇട്ട് വെക്കാം. കാരണം വെള്ളം വീണ് കഴിഞ്ഞാലേ ഇവിടുത്തെ വളങ്ങൾ മൊത്തം പുറത്തു പോയില്ലേ. അപ്പോൾ അതും കൂടെ ചെയ്യാം നമുക്ക്. വേനൽക്കാലത്ത് അല്ലെങ്കിൽ നമുക്ക് മഴ ഇല്ലാത്തപ്പോൾ അത് മാറ്റി ഇടാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിട്ട്. ഓക്കെ. പിന്നെ മാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മാവുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റികളുള്ള സാധനങ്ങൾ കൊണ്ട്. ഒരു 10, 300, 400 വെറൈറ്റി ഒക്കെ മാവുകൾ കേരളത്തിൽ തന്നെ, കേരളത്തിൻ്റെ തനതല്ല പുറത്തുനിന്ന് വന്നതൊക്കെ ആയിട്ടുള്ള മാവുകൾ ഉണ്ടാവും. നമ്മളൊരു 5-6 വെറൈറ്റിയാണ് വെക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു മാവും തൈ എടുക്കാൻ, ഒരു മാവും തൈ കണ്ടോ. കാലാപ്പാടി എന്ന് പറയണ ഒരു ഇനം മാവാണ് നമ്മൾ. അപ്പോൾ കാലാപ്പാടി നമുക്ക് ഇതിൽ കയറ്റാം. ആ ടാഗിൽ കടന്നോട്ടെ, നമുക്ക് അറിയാലോ ഏതാണെന്ന്. ഇലയൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള സെറ്റപ്പ് ഇപ്പോൾ നമുക്ക് ആയിട്ടില്ല. ചിലപ്പോൾ നല്ല ആളുകൾക്കൊക്കെ ഇതിനെ കുറിച്ച് നല്ല അറിയുന്ന ആളുകൾക്കൊക്കെ ഇലയൊക്കെ കാണുമ്പോൾ തന്നെ മാംഗോന്റെ ഇല കണ്ടു കഴിഞ്ഞാൽ മാംഗോണെന്ന് അറിയാം. പക്ഷെ ഞാനല്ല 10-300 ഇനം മാവുകളൊക്കെ ഉള്ള അവസ്ഥയിൽ നമുക്ക് ഏതാണെന്നും നമുക്കറിയില്ലല്ലോ. ഇനം ഏതാ അറിയില്ലല്ലോ. സ്ഥാനം അങ്ങനെ വെക്കണുണ്ട് ഉറക്കുക. അപ്പൊ അമ്മ ഒന്ന് സ്ഥാനം ഉറപ്പിച്ചോ ചോദിക്കണ്ട. അമ്മമ്മേനെ കാണിച്ചു കൊടുക്കുക. അമ്മമ്മ ഇതിനെക്കാട്ടി വലിയ കർഷകയാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ കുറെ നാൾ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് എന്താ വെച്ചാല് ഇതുപോലെ ഈ മണ്ണൊന്നും നമ്മള് പോട്ടി മിക്സ് ഒന്നും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാതെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്താ വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഈ മണ്ണൊക്കെ കൂടെ അങ്ങോട്ട് കട്ടയാവും, ഉണ്ടവുത്തും മൊത്തത്തിൽ. അപ്പം പിന്നെ ഇതിൻ്റെ വേര് ഓട്ടമൊന്നും ഇല്ലാതെ
പ്ലാൻസ് ഒന്നും ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചില്ല വണ്ടി. ഓക്കെ, ജാനുവോളാട്ടാ ക്യാമറ കൈകാര്യം. അതാണ് ജാനുവോള് ഇതൊന്നും ഇല്ലാത്തത്. അത് കളഞ്ഞോളൂ. പിന്നെ ഈ എയർ പ്രൂണിങ് ബോട്ടിൻ്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയട്ടെ. അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളതൊക്കെ അടുത്ത വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയണ്ട്. ഇനി നമ്മൾ അടുത്ത പ്ലാന്റ് നോക്കാം. ഇനി നമുക്കൊരു പേര വെക്കാമല്ലോ ജാനുമോളെ. ഒരു പേരം ഈ പറഞ്ഞ പോലെ കുറേ ഇനങ്ങളുണ്ട് കേട്ടോ. എന്താണ്, ഡയമണ്ടിൽ വൈറ്റ്, റെഡ്, തായ്ലൻഡ് പിങ്ക്, പിന്നെ അർക്കാക്കിരൺ റെഡ്. ഇതിപ്പോൾ ഒരു അർക്കാക്കിരൺ റെഡ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റുകളെ കുറിച്ചൊന്നും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അറിവൊന്നുമില്ല. അപ്പോൾ അറിവൊക്കെ ഉള്ള ആളുകൾ കമന്റ് ചെയ്യുക. അല്ല വണ്ടി എന്താ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞേ, എന്ത് കമന്റ് ചെയ്യാന്ന് പറയും. എന്തുണ്ടെങ്കിലേ അപ്പൊ ഇതിന്റെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ പല സ്റ്റേജസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ഈ പ്ലാന്റ് എന്തായി തീരും എന്നുള്ളത്. പിന്നെ നമ്മൾ വെക്കുമ്പോൾ എന്തായാലും സക്സസ് ആവണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ വെക്കുക. പിന്നെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞാൽ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നല്ലേ. അപ്പോൾ ശരിയാവോ ഇല്ല എന്നൊക്കെ നമ്മൾ കണ്ടറിയാം. പിന്നെ ഇനി കായ്ക്കാതിരിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്സും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ സമയത്ത് അതൊക്കെ ചെയ്യാം. ഇപ്പം നോർമലി നമുക്കിത് ഇങ്ങനെ അങ്ങ് പോട്ടെ. നീ ഒന്ന് പോസ് ചെയ്ത് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കേ. അവിടെ താഴത്ത് പോയ മണ്ണൊക്കെ ബാനുട്ടി അടിച്ചൊരു വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതൊക്കെ സെറ്റാണ്. ബാനുട്ടി അടിച്ചൊരു വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടിംഗ് ഒക്കെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് നനയ്ക്കണം. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല, നമുക്ക് മഴ പെയ്യണോണ്ട് ഇതിന് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് തൽക്കാലത്തിന് ഒരു എന്തെങ്കിലും ചാക്ക് എന്തെങ്കിലും കൊടുക്കണം. കാരണം ഇത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഫുള്ള് ഇവിടുത്തെ വളങ്ങൾ പോകും. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതാ 10 പ്ലാന്റ്സ്. ഇതാ ഞാനിവിടെ ഒന്ന് N18 റംബൂട്ടാൻ. N18 നല്ല കായ്ക്കുന്ന ഒരു ഇനാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. പിന്നെ പേരക്കയുടെ അർക്കാക്കിരൺ റെഡ് ഗുവ. അർക്കാക്കിരൺ റെഡാണിത്. ഇത് നല്ല ടേസ്റ്റുള്ള വെറൈറ്റി എന്നാണ് പറയുന്നത്. പിന്നെ മാങ്ങ ഒരു 6 വെറൈറ്റി ഉണ്ട്. അല്ല 300 വെറൈറ്റികളിൽ 6 വെറൈറ്റിയാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇത് നാംഡോക് മൈ തായ്ലൻഡിൻ്റെ മാങ്ങകളാണ് കൊണ്ടത് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഗോൾഡനോ അങ്ങനെ എന്താണ്, അതിലൊക്കെ കുറേ വെറൈറ്റികളുണ്ട്. പിന്നെ ഇത് അടുത്തത് നമ്മൾക്ക് കാലാപ്പാടി മാംഗോ ഉണ്ട്. അതൊക്കെ നല്ല പ്ലാന്റ്സ് ആട്ടോ. ഒരു 10-200 റുപ്യക്ക് നല്ല പ്ലാന്റ് എന്ന് പറയാം. പിന്നെ അടുത്തത് ഏതാ, കോട്ടൂർ കോണം. ഇതൊരു നല്ല കേരള നാടൻ വെറൈറ്റിയാണെന്ന് തോന്നുന്നത്, കുഴപ്പമില്ല. പിന്നെ ഇത് തായ്ലാൻഡ് നാടൻ മാങ്ങ. തായ്ലാൻഡ് കാറ്റിമോൺ എന്ന് പറയുന്നത് നല്ലോണം കായ്ക്കുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് പേരക്കയുടെ ഏതാണ്, ഡയമണ്ടാണോ, വൈറ്റ് ഡയമണ്ട്. ഇതിൽ തന്നെ റെഡ് ഡയമണ്ടും ഉണ്ട്. ഇപ്പോൾ വൈറ്റ് ഡയമണ്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് റെഡ് ഐവറി. ഇതും തായ്ലാൻഡിൻ്റെ തന്നെയാണ് തോന്നുന്നത്, റെഡ് ഐവറി. ഇതൊക്കെ കുഞ്ഞു പ്ലാന്റാണ്, കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും. ഇതൊക്കെ വെറൈറ്റി വെറുതെ വെച്ചതേ ഉള്ളൂ. പിന്നെ ഇത് കുളമ്പിൻ്റെ ഒരു മാങ്ങ ട്രീ. മറ്റേ ഇവിടെ സെറ്റായോ. പിന്നെ ഇത് നമ്മൾ ലോങ്ങൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടു. ലോങ്ങൻ്റെ 4 സീസൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ലോങ്ങനിൽ പിന്നെ കുറേ വെറൈറ്റികളുണ്ട്. പിന്നെ ഏതാണ്, എസ്കാർലറ്റോ അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ ബ്ലാക്ക് ലീഫ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 സീസൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് മാത്രം വാങ്ങി വെച്ചു. നമുക്ക് നോക്കാം എന്തൊക്കെ സക്സസ്ഫുൾ ആകുമോ, ഇതിനൊക്കെ ഗ്രോത്ത് എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ വേണ്ട ബാൻഡി ഉണ്ടോ, അതൊക്കെ ബാൻഡിനൊന്ന് കാണിച്ചു കൊടുക്കേ. അധ്വാനിക്കുട്ടി ജാനുമോള്. പിന്നെ ജാനുമോളിനെ ഞാൻ കാണിച്ചു തരാം. റെഡിയാ, ജാനുമോളാണ് ക്യാമറ കൈകാര്യം ചെയ്യണതേ. എൻ്റെ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ പ്ലാന്റ്സ്, ഇത് പ്ലാന്റ് ചെയ്ത് നമുക്ക് ഇതൊന്ന് നനയ്ക്കണം. അപ്പോൾ ഇത് ഈ പ്ലാന്റൊക്കെ ചെയ്ത ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് സ്ഥലപരിമിതിയാവും ചൂണ്ടിക്കാണിക്കാനുള്ളൊരു പ്രശ്നമായിട്ടുള്ളത്. പിന്നെ ഈ എയർപോർട്ടിൻ്റെ
ഒരു വിഷയം കാര്യങ്ങളൊക്കെ അറിയുന്ന എന്തെങ്കിലും വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയുന്നവർ നമുക്ക് ഷെയർ ചെയ്ത് തരാം, കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും യെസ്.